യേശുദാസിന് ഒരു പാട്ടില് തെറ്റ് പറ്റിയതിനെ കുറിച്ച് മുമ്പ് ഒരു മ്യൂസിക് സ്റ്റോറീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മ്യൂസിക് സ്റ്റോറീസിൽ പറയാൻ പോകുന്നത് യേശുദാസിന് തെറ്റ് പറ്റി എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പാട്ടിനെ കുറിച്ചാണ്. പാട്ട് മറ്റേതുമല്ല, അടുത്ത കൊല്ലം 60 വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന ഒരു പാട്ടാണ്. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ എന്ന പാട്ട്. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഇപ്പോഴും യുവത്വം തോന്നുന്ന, എപ്പോ കേട്ടാലും വീണ്ടും കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ടാണിത്. പണ്ട് റേഡിയോയിലും കാസറ്റുകളിലുമൊക്കെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ പാട്ടിന്റെ അവസാന വരികൾ ഇങ്ങനെയായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്: ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ എന്നിങ്ങനെ. എന്നാൽ ഇത് യേശുദാസിന് പറ്റിയ തെറ്റല്ല. എങ്ങനെയാണെന്നറിയോ? പണ്ട് കാസറ്റ് കമ്പനിക്കാർ ഒരു കാസറ്റിനകത്ത് ഒരുപാട് പാട്ടുകൾ ഉൾക്കൊള്ളിക്കേണ്ടത് കൊണ്ട് ചില പാട്ടുകളുടെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യായിരുന്നു. അങ്ങനെ കട്ട് ചെയ്തപ്പോൾ പാട്ടിന്റെ അർത്ഥം തന്നെ മാറിപ്പോയി. അതാണ് ഇവിടെ പറ്റിയ തെറ്റ്. ഇപ്പോഴും നമ്മൾ റേഡിയോയിൽ പാട്ട് കേൾക്കുമ്പോൾ ഇതിലെ തെറ്റിയ ഭാഗം തന്നെയാണുള്ളത്. എന്നാൽ യൂട്യൂബിലും മറ്റ് സോഴ്സുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് തന്നെയാണ് യേശുദാസ് പാടുന്നത്. കാത്തിരിപ്പിന്റെ ഒരു വിഷാദ ഗാനമാണ് ദേശരാഗത്തിൽ MS ബാബുരാജ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ പാട്ടിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പൂവ് മാത്രം ഞാൻ എൻ്റെ പൂങ്കുലയിൽ നിർത്താം നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ. ഈ പാട്ടിലെ ആദ്യത്തെ വരികൾ തുടങ്ങുന്നത് ഒരു ഓർക്കസ്ട്രയും കൂടാതെയാണ്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ വരിക്ക് ശേഷം ഒരു ഗാനം മാത്രമേ എന്ന ഭാഗത്തിന് തൊട്ടു മുമ്പ് ചെറുതായിട്ടൊരു ഓർക്കസ്ട്ര പോകും. പല്ലവി വീണ്ടും ആവർത്തിക്കുമ്പോൾ മാത്രമാണ് മുഴുവനായിട്ടും യേശുദാസിന്റെ ശബ്ദത്തിനൊപ്പം ഓർക്കസ്ട്ര വരുന്നത്. പാട്ടിന്റെ അനുപല്ലവി ഇങ്ങനെയാണ്: ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ എൻ്റെ മനസ്സിന്റെ ഗൂഢമായിട്ടുള്ള പൂന്തോട്ടത്തിൽ. അത് കഴിഞ്ഞിട്ട് ഓർക്കസ്ട്ര ഒന്നുമില്ലാതെയാണ് അടുത്ത വരികൾ വരുന്നത്: സ്വപ്നങ്ങൾ കണ്ട് നിനക്കുറങ്ങാനായിട്ട് പൂക്കളുടെ കിടക്ക തന്നെ ഞാൻ വിരിക്കാം എന്നാണ്. എത്ര മനോഹരമായിട്ടാണ് യേശുദാസ് അത് പാടിയിരിക്കുന്നതെന്നറിയോ? ചരണത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കാലമായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു എന്ന് വരുന്ന അർത്ഥമാണ്. മലർമണം മാഞ്ഞല്ലോ, മറ്റുള്ളവർ പോയല്ലോ, നീ എന്നാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്? മനതാരിൽ മാരിക്കാർ എൻ്റെ മനസ്സിൽ വിഷമം മൂടിക്കഴിഞ്ഞിരിക്കുകയാണ്, എന്നാണ് നീ വന്നു ചേരുന്നത് എന്നിങ്ങനെ പാട്ട് അവസാനിക്കുന്നത് ഓർക്കസ്ട്ര ഒന്നുമില്ലാതെയാണ്. പിന്നെ പല്ലവി വീണ്ടും ആരംഭിക്കുമ്പോഴാണ് ഓർക്കസ്ട്ര വരുന്നത്. എത്ര മനോഹരമായിട്ടാണ് MS ബാബുരാജിൻ്റെ ഈണത്തിനനുസരിച്ച് നമ്മുടെ ഭാസ്കരൻ മാഷ് പാട്ട് എഴുതിയിട്ടുള്ളത്. ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എപ്പോൾ കേട്ടാലും മതിവരാത്ത ഒരു പാട്ടാണിത്. ഇപ്പോഴും പുതുമ മാറാത്ത ഈ പാട്ട് ഇഷ്ടപ്പെടുന്നവർ മറ്റാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അടുത്ത മ്യൂസിക് സ്റ്റോറീസുമായി ഞാൻ വരാം. ദിസ് ഇസ് ആരതി ഫ്രം മ്യൂസിക് സ്റ്റോറീസ്. ബൈ ബൈ.